കാഴ്ചയും ഉൾക്കാഴ്ചയും രണ്ടും രണ്ടാണ്. നമുക്കൊക്കെ കണ്ണുകളുണ്ട്, കാഴ്ചയുണ്ട്. നമുക്കെല്ലാവർക്കും ഉൾക്കാഴ്ചയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നല്ലതുപോലെ ചിന്തിച്ച് ഉത്തരം പറയണം. ഈ മനുഷ്യ മനസ്സിന് ചില അന്ധതകളുണ്ട്. കാഴ്ച എന്ന് പറയുന്നത് സാധാരണ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഉൾക്കാഴ്ച എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ്. ഇത് നല്ലതുപോലെ ഉണ്ടാകണം. വെളിച്ചം മനുഷ്യ മനസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഉൾക്കാഴ്ച ഉണ്ടാകുന്നത്. ഈ വെളിച്ചം സൂര്യപ്രകാശമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കണ്ണുകളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് വെളിച്ചം കടന്നു കയറണം. ആ വെളിച്ചം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ വെളിച്ചം കടന്നു കയറുമ്പോൾ മാത്രമാണ് ഉൾക്കാഴ്ച ഉണ്ടാകുള്ളൂ. ചില സാധനങ്ങൾ നമ്മുടെ മേശപ്പുറത്ത് ധാരാളം സാധനങ്ങളുടെ ഇടയിൽ ഒരു സാധനം വെച്ചാൽ നാം ഒരിക്കൽ നോക്കിയാൽ അത് കാണുകയില്ല, 2 പ്രാവശ്യം നോക്കിയാൽ കാണുകയില്ല, ഒരു 5-8 തവണ നോക്കിയാലും കാണുകയില്ല, പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ അത് കാണുകയും ചെയ്യും. നമുക്കൊക്കെ അത് അറിയാവുന്ന കാര്യം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ. അതുകൊണ്ട് ഈ വെളിച്ചം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉൾക്കാഴ്ചയുണ്ടാകും. ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ച് അത് മനുഷ്യർക്ക് ഉപകാരപ്രദമായ വിധത്തിലായിത്തീരും. ഇന്ന് മനുഷ്യ മനസ്സുകൾ മാലിന്യം കൊണ്ട് അത് നിറഞ്ഞ് നിൽക്കുകയാണ്. മനസ്സിൽ മാലിന്യമുണ്ടെന്ന് തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. അതുകൊണ്ട് ഈ 36-ാം ഞായറാഴ്ച കുരുടനെ കാഴ്ച കൊടുത്തപ്പോൾ കുരുടന് ഉൾക്കാഴ്ചയുണ്ടായി. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ചിലർക്കെങ്കിലും അന്ധരായി അവർ സംസാരിക്കുന്നുണ്ട്, എന്തിനാണ് ഈ മനുഷ്യന് കാഴ്ച കൊടുത്തത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പ്രകാശം കടന്നു കയറട്ടെ. സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒത്തിരി വെല്ലുവിളികളുണ്ട്. കഴിഞ്ഞ 1-2 മാസങ്ങൾക്കുള്ളിൽ 2 വിദേശ രാജ്യങ്ങളിലെ ഓർത്തഡോക്സ് സഭയുടെ തലവന്മാരെ വാഴിച്ച സന്ദർഭങ്ങളിൽ ഈ സഭയുടെ പ്രധാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാനും പങ്കെടുത്തു. ഓരോ സഭയ്ക്കും അതിൻ്റെതായ പാരമ്പര്യമുണ്ട്, പ്രത്യേകതകളുണ്ട്, നിയമസംഹിതകളുണ്ട്. അവരെ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിച്ച് ആ സഭയെ വളർത്തുന്നു, നയിക്കുന്നു, മുന്നോട്ട് പോകുന്നു. നമ്മുടെ സഭയ്ക്കും നമ്മുടേതായ പാരമ്പര്യമുണ്ട്, നമ്മുടേതായ നിയമമുണ്ട്. പക്ഷെ ഈ നിയമങ്ങളും പാരമ്പര്യവും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭാരതത്തിൻ്റെ ഒരു വിളക്ക് പോലെ ശോഭിക്കപ്പെടാൻ തക്കവണ്ണം നിയോഗമുള്ളൊരു സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. അത് 2000 വർഷത്തെ പഴക്കം നമുക്കുണ്ട്. നാം നമ്മുടെ പൂർവികന്മാർ നമുക്ക് നൽകിയ ആ പാരമ്പര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സഭ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും വെല്ലുവിളികൾ ധാരാളമുണ്ട്. വെല്ലുവിളികൾ വ്യക്തിപരമായി നമുക്കുണ്ട്, കുടുംബപരമായ വെല്ലുവിളികളുണ്ട്, സഭയുടെ മുൻപിലും ധാരാളം വെല്ലുവിളികളുണ്ട്. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സത്യവും നീതിയും ധർമ്മവും നഷ്ടപ്പെടാത്തൊരു ജീവിതം, മനസ്സിൻ്റെ ഉള്ളിൽ പ്രകാശം കടന്നു കയറുന്നൊരു ജീവിതം, അതാണ് നമുക്ക് വേണ്ടിയത്. അതുകൊണ്ട് ഈ കാതോലിക്ക ദിനം, സഭാദിനം എന്നൊക്കെ അതിന് പേര് പറയും. പക്ഷേ ഇതിൽ നമ്മുടെ പങ്കാളിത്തം ഈ വെല്ലുവിളികളെ എല്ലാം അതിജീവിക്കാൻ തക്കവണ്ണം ഇടയാകണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു നിരന്തരമായ ഒരു ദൈവ ബന്ധം, മനുഷ്യ ദൈവ ബന്ധം രഹസ്യമായും പരസ്യമായും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ചുരുക്കുന്നു.